ഇന്നത്തെ സുപ്രഭാതം പത്രത്തിന്റെ എഡിറ്റോറിയൽ നിങ്ങൾ വായിച്ചു. സുപ്രഭാതം പത്രം എന്ന് പറയുന്നത് സമസ്തയുടെ മുഖപത്രമാണ്. ആ സമസ്തയുടെ മുഖപത്രത്തിന്റെ മുഖപ്രസംഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ്. രൂക്ഷ വിമർശനമാണ് സമസ്ത മുഖപത്രത്തിലുള്ളത്. ആരെയാണ് മുഖ്യമന്ത്രി തോൽപ്പിക്കുന്നത് എന്ന തലക്കെട്ടോടെയാണ് സുപ്രഭാതം മുഖപ്രസംഗം തുടങ്ങുന്നത്. ആരോപണങ്ങളിൽ നട്ടം തിരിയുമ്പോഴും ആരോപണ വിധേയരെ ചേർത്തു പിടിക്കാനാണ് മുഖ്യമന്ത്രിയുടെ വ്യഗ്രതയെന്നും സുപ്രഭാതം പത്രത്തിൽ എഡിറ്റോറിയലിൽ വിമർശനമുണ്ട്. അഷ്കർ അലി കരിമ്പ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അഷ്കർ അലി കരിമ്പ, രൂക്ഷമായ വിമർശനമാണ് പത്രത്തിലുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് എഡിറ്റോറിയലിൽ പറയുന്നത്? ഗുഡ് മോർണിംഗ്. അരുൺ, ഗുഡ് മോർണിംഗ്. നേരത്തെയൊക്കെ പലപ്പോഴും സർക്കാരിനെയൊക്കെ വിമർശിക്കുകയും ഇല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ പരോക്ഷമായി വിമർശിക്കുകയും ചെയ്തിരുന്ന സുപ്രഭാതം ഇത്തവണ മുഖ്യമന്ത്രിയെ ഈ ലേഖനത്തിലുടനീളം നേരിട്ട് കടന്നാക്രമിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഒരു ദയാദാക്ഷിണ്യമില്ലാതെ മുഖ്യമന്ത്രി ഈ കാര്യങ്ങളിൽ ഇല്ലെങ്കിൽ അവസാനം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞ ഓരോ കാര്യങ്ങളിലും ആ വാക്കുകൾ തന്നെ എടുത്തു ഉദ്ധരിച്ചുകൊണ്ട് സുപ്രഭാതം രൂക്ഷമായ വിമർശനത്തിന് ഇരയാക്കുകയും ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം പി വി അൻവറിനെ തള്ളിപ്പറയുകയും ചെയ്തതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ സുപ്രഭാതത്തെയും ചൊടിപ്പിച്ചത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം ആ വാക്കുകളിൽ ഊന്നിക്കൊണ്ട് തന്നെയാണ് ഇതിലെ വിമർശനങ്ങൾ കൂടുതലുമുള്ളത്. ഒന്നാമത്തേത് ADGP അജിത് കുമാറിനടക്കം എതിരെ ഉയർന്ന ആരോപണങ്ങളിൽ ആ ആരോപണങ്ങൾ പരിശോധിക്കുന്നതിന് പകരം ആരോപണ വിധേയരായ ആളുകളെ സംരക്ഷിക്കുന്ന നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിക്കുന്നത് എന്നുള്ളത്. അതിൽ ഒരു ഉദാഹരണമായി സുപ്രഭാതം പറയുന്നത് എല്ലാ കാലത്തും മുഖ്യമന്ത്രി പോലീസിന്റെ വിഷയങ്ങൾ വരുമ്പോൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട മറുപടിയും പോലീസിന്റെ മനോവീര്യം തകർക്കരുത് എന്നുള്ളതാണ്. അത് കസ്റ്റഡി കൊലപാതകം ഉണ്ടാകുമ്പോഴും മാവോയിസ്റ്റ് വേട്ട ഉണ്ടായപ്പോഴും അതുപോലെ തന്നെ UAPയുടെ പേരിൽ പലരെയും പിടിച്ച് ജയിലിലാക്കിയപ്പോഴും എല്ലാം മുഖ്യമന്ത്രി പറഞ്ഞത് ഇതേ പല്ലവിയാണെന്നും ഈ പല്ലവിക്ക് മാത്രമാണ് മുഖ്യമന്ത്രിക്ക് മാറ്റമില്ലാത്തതെന്നും ഈ സുപ്രഭാതം പരിഹസിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ADGP അജിത്